നമ്മൾ ഈ അടുത്ത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഗ്യാസ് ക്ഷാമം മൂലം ബുദ്ധിമുട്ടിയതായിട്ട് വായിച്ചറിയുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ അടുത്തൊക്കെയുള്ള റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളെല്ലാം പൂട്ടിപ്പോയി എന്ന് വരെ നമ്മൾ കേട്ടു. പല കമ്പനികളും ആദ്യ ദിവസങ്ങളിൽ തീരെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റിയിട്ടില്ലെങ്കിലും പിന്നീട് പലരും കൂടുതൽ വില കൊടുത്ത് ഗ്യാസ് വാങ്ങുകയോ മറ്റു മാർഗങ്ങളിലേക്ക് മാറുകയോ ചെയ്തു. പക്ഷെ എൻ്റെ കമ്പനിയിൽ മെഡിമിക്സ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ്. അതിനു മുമ്പ് ഞങ്ങൾ വിറകാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ 10 വർഷം മുമ്പ് ഗ്യാസിലേക്ക് കൺവേർട്ട് ആകുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു എന്തെങ്കിലും ഇതുപോലെ ഗ്യാസ് കിട്ടാതെ ആയിപ്പോയാലോ എന്നുള്ള ഒരു സംശയം മൂലം എപ്പോൾ വേണമെങ്കിലും വിറകിലേക്ക് മാറ്റാവുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ എല്ലാ ഫാക്ടറികളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് ക്ഷാമം വരുന്നത് മുൻകൂട്ടി അറിഞ്ഞിട്ട് തന്നെ ഞാൻ എൻ്റെ ടീമിനെ അറിയിക്കുകയുണ്ടായി. ഗ്യാസ് കിട്ടാൻ ഇല്ലെങ്കിൽ നമുക്ക് ഇനി വിറക് കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. അങ്ങനെ അതൊരു കൂട്ടായ തീരുമാനം തന്നെയായിരുന്നു എല്ലാവരും. പക്ഷെ 10 വർഷം കൊണ്ട് ഫാക്ടറിയിലുള്ള ആളുകൾ പലരും മാനേജ്മെന്റ് ലെവൽ, അതായത് സൂപ്പർവൈസേഴ്സോ മാനേജേഴ്സോ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അവർക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷെ പരിചയസമ്പന്നരായവരത് പോയി അവർക്കത് പറഞ്ഞു കൊടുത്തു. ആദ്യ ദിവസം തന്നെ നമുക്കത് ആ തീരുമാനമെടുത്ത് 1-2 ദിവസത്തിനകത്ത് തന്നെ ഗ്യാസിൽ മാറാൻ സാധിച്ചു. അതിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 10-15 ദിവസമായല്ലോ ഇപ്പോൾ ഇത് ഗ്യാസ് ഇല്ലാതെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇപ്പം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് ഇന്ധന ചെലവ് കുറഞ്ഞിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പ്രൊഡക്ഷൻ ഒട്ടും കുറഞ്ഞിട്ടില്ല. നമുക്ക് പ്രൊഡക്ഷൻ നഷ്ടപ്പെടാതെ തന്നെ ഈ വർഷത്തെ സാമ്പത്തിക വർഷം നമുക്ക് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത് ഒരിക്കലും പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു സന്തോഷ വാർത്തയാണ്.